വിജയ് തൃഷ ബന്ധം വാർത്തകളിൽ നിറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഒന്നിച്ച് അഭിനയിച്ചവർ തമ്മിലുള്ള ബന്ധമല്ല ഇരുവരുടേതുമെന്നാണ് പൊതുവിലുള്ള അഭിപ്രായങ്ങൾ. കേവലം ഒരു കോസ്റ്റാറിനോടുള്ള അടുപ്പമല്ല തൃഷ കാണിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിലും തൃഷയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ആഗ്രഹിച്ചത് നേടിയെടുക്കുമ്പോഴുണ്ടാവുന്ന സന്തോഷം ആ മുഖത്ത് പ്രകടമായിരുന്നു. വിജയിയുടെ അമ്മ ലതയും തൃഷയോട് സ്നേഹത്തോടെയായിരുന്നു പെരുമാറിയത്. അമ്മയ്ക്കൊപ്പമായിരുന്നു തൃഷയുടെ വരവ്. പട്ടുസാരിയും മുല്ലപ്പൂവുമൊക്കെയായി നന്നായി അണിഞ്ഞൊരുങ്ങി തന്നെയായിരുന്നു അവർ എത്തിയത്. വിജയിയുടെ ഭാര്യയുടെയും മക്കളുടെയും അസാന്നിധ്യവും വലിയ ചർച്ചയായിരുന്നു. അധികം വൈകാതെ തന്നെ വിജയിയും തൃഷയും വിവാഹിതരായേക്കാമെന്ന ചർച്ചകളും ആരാധകർക്കിടയിലുണ്ട്. തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്ക് പരിചിതനാണ് വേണുസ്വാമി. തെലുങ്ക് സിനിമയിലെ താരങ്ങളെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രവചനം വൻ ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവചനം കൂടി ശരിയായി വരികയാണ്. സെലിബ്രിറ്റികളെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നാഗചൈതന്യയും സാമന്തയും വിവാഹമോചിതരായേക്കാമെന്നായിരുന്നു അദ്ദേഹം ആദ്യം നടത്തിയ പ്രവചനം. അന്ന് അതാരും ചെവിക്കൊണ്ടില്ല. വിവാഹം കഴിഞ്ഞ് 4 വർഷത്തിനു ശേഷം നാഗയും സാമുവും വഴിപിരിഞ്ഞു. അതോടെയായിരുന്നു വേണുസ്വാമിയെക്കുറിച്ച് കൂടുതലായി ആളുകൾ അറിഞ്ഞതും ശ്രദ്ധിച്ചതും. പിന്നീട് ലാവണ്യ വരുൺ തേജ് വിവാഹത്തെക്കുറിച്ചായിരുന്നു പ്രവചനം. വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും വിവാഹിതരായേക്കുമെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ വലിയൊരു വീഡിയോ വീണ്ടും ചർച്ചയാവുകയാണ്. വിജയിനെയും തൃഷയെയും കുറിച്ചാണ് അദ്ദേഹം ഈ പറയുന്നത്. കമൻറ്റുകളെല്ലാം വിവാഹിതനായ സൗത്ത് ഇന്ത്യൻ ഹീറോ ഭാര്യയെ ഉപേക്ഷിക്കും, മറ്റൊരു ഹീറോയിനെ വിവാഹം ചെയ്യും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. 2 വർഷം മുമ്പായിരുന്നു ഈ പ്രവചനം. അതിപ്പോൾ ശരിയായി വന്നിരിക്കുകയാണ്. അദ്ദേഹം വിജയിനെയും തൃഷയെയും തന്നെയായിരിക്കും ഉദ്ദേശിച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റിരിക്കുകയാണ് വിജയ് ഇപ്പോൾ. അദ്ദേഹം പാർട്ടി പ്രഖ്യാപിച്ച് വൈകാതെയായിരുന്നു ഡിവോഴ്സ് ആവശ്യപ്പെട്ട് സംഗീത രംഗത്തെത്തിയത്. ഹീറോയുമായുള്ള ബന്ധമായിരുന്നു പ്രശ്നമായി സംഗീത ചൂണ്ടിക്കാണിച്ചത്. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം ആ ലേഡിയാണ് അവരുടെ ബന്ധത്തെക്കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നു. അന്ന് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയതാണ്. ഇനി ഇത് തുടരില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നാൽ വീണ്ടും അതേ ബന്ധത്തിലേക്ക് അദ്ദേഹം പോയി. ഇനിയും ഇതൊന്നും സഹിക്കാനാവില്ല. തനിക്ക് വിവാഹമോചനം വേണമെന്നായിരുന്നു സംഗീത ആവശ്യപ്പെട്ടത്.